കഴുപ്പ ഇറങ്ങി വാ. അവിടെ വീണ് ഞാൻ കിടക്കൂലേ? ഇത് നോക്കണേ, നോക്കണം. നമ്മൾ കുട്ടനാട് ഇറങ്ങിയിട്ട് ഇപ്പോൾ വട്ടക്കം ഫാമിലി നമ്മളിപ്പോൾ ആലപ്പുഴ വന്നിട്ടുള്ള ഹൗസ് ബോട്ടിൽ ഒരു ദിവസത്തെ പകലത്തെ മൊത്തം ജേണി കഴിഞ്ഞിപ്പം ഡോക്ക് ചെയ്തിട്ടുള്ള ബോട്ട്. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ. കായലിൽ ഇപ്പം വെറുതെ ഒന്ന് പുറത്ത് നടക്കാൻ ഇറങ്ങിയതാണ്. കായൽ തിരകൾ നോക്കി നടക്കണേ ഗെയ്സ്. നമ്മുടെ 2 ന്യൂലി വെഡ്ഡിങ് കപ്പിൾസ് വരുന്നുണ്ട്. നമുക്കവരെ ഒന്ന് പരിചയപ്പെടാം. അതെ, ഇത്രയും പരിചയപ്പെട്ടാൽ മതി, ഇനിയും പെടാതിരിക്കുന്നത്. അലക്കുകാരി സ്ത്രീ. ഈ സ്ത്രീ വെള്ളത്തിൽ വീടാ, ഇത് ചളിയിൽ വീടാ. നോക്കി നടക്കണേ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് അവസ്ഥ. ഇത് കുറേ അങ്ങോട്ട് ചെളിയാണ് പോകാൻ. ഇവിടെ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ ഓട്ടോ കിട്ടും. ബീച്ചൊന്നും വേണ്ട. ആലപ്പുഴ ബീച്ച്. ആലപ്പുഴ ബീച്ചാണല്ലോ അമ്മ. ആരി ആരി നമ്മളെ ബോട്ട് നിർത്തിയേക്കത് ഏതൊരു പട്ടിക്കാട്ടിലുണ്ട്. അല്ല, പട്ടിക്കായ്, കാടല്ല, കായല്, സോറി. ഇവിടെ കുറച്ച് ബോട്ടും എക്സ്പയറി ഡേറ്റ് തീരാൻ കുറച്ച് ആൾക്കാർ. കുട്ടനാടിൽ വെള്ളം മഴ കയറി കഴിഞ്ഞതാണ് കണ്ടപോലത്തെയാണ് അവസ്ഥ. മൊത്തം വെള്ളം കയറും. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ എനിക്ക് സ്വന്തം വീട്ടിലെ വഴിയെ പറ്റൂ. ഏനെ ബോട്ട് യാത്രനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറ. കൊട്ട പിടിച്ചോളൂ. ഇനി കുറച്ചങ്ങോട്ട് ഓട്ടോ കിട്ടുന്ന ബോട്ടിന് സർവീസ് തീരെ പോരാ. രാവിലത്തെ വഴിയായാലും ഇപ്പോഴത്തെ വഴിയായാലും ടു ബെഡ് അത് മാത്രം ചെറിയ പ്രശ്നമുണ്ട്. ബാക്കി വിളിക്കാം. അമ്പലത്തിൻ്റെയൊക്കെ ഫ്രണ്ടൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് നോക്കി. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ കാണാൻ ഇറങ്ങിയതല്ല. അല്ല, ബോട്ടിൽ അറിയില്ല. നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഓരോ ഇതാണ്. അത് നോക്ക്, ബോട്ട് റേസ്, കയാക്കിങ്. നമ്മള് കള്ളിഷാപ്പ് ഇറങ്ങിയ, പക്ഷെ കള്ളിഷാപ്പ് മാത്രമേ കിട്ടിയില്ല. ഇല്ല, കയാക്കിങ് കിട്ടുകയും ചെയ്യാം. അളിയാ കയാക്കിങ് കിട്ടുകയെന്ന് ചെയ്യാം. തിന്നാനുള്ളതല്ല, പറയാനുള്ളതാ. നേരെ എടുത്തിട്ട് അതൊക്കെ ഞാൻ പിടിച്ച എന്താ കയാക്കിങ് അല്ലേ? അല്ലെ, കയാക്കിങ് നല്ലൊരു ഇതാണ്. ബോട്ട് ബോട്ട് ചിട്ടുള്ള കൊട്ടിരാട്ടി പറ്റിയത്. ആര്? അതെ, എന്നെ വിളിച്ചേ. സാബുപ്പട്ടി. ഇവിടെ മൊത്തം മീൻ പിടിക്കുന്നവരാണ്.
ഗൈസ് 3 ബോട്ടുകൾ സമാധിയായത്. സമാധി ബോട്ട്. നമ്മൾ കുട്ടനാട്ടിൽ വ്ളോഗ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. കുറേ പ്രകൃതി രമണീയം, പിന്നെ പ്രകൃതി രമണീയതയും വെള്ളം കയറിയ കുറേ വീടും, പിന്നെ മറ്റേത് മരിച്ച വീടും, പിന്നെ നമ്മളെ ഇതില്ലേ ഹൗസ് ബോട്ട്, ഈ സാമാനം മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. വേറൊരു കോപ്പ് ഇവിടെ കാണിക്കില്ല. നമ്മളിങ്ങനെ കുറേ വെള്ളത്തിലേക്ക് കൂടി പോകും, വീണ്ടും വെള്ളം കാണിക്കുന്നു. ഇങ്ങനെ നടന്ന് കുറേ നടന്ന് പിന്നെയും നടന്ന് മാവിന് മതമാണ്. ഇങ്ങനെ നടക്കുക. നമ്മൾ ഇവിടെ വെള്ളത്തിന് പൈസ കുറവാണ്, പക്ഷെ കള്ളിന് പൈസ കൂടുതലാണ്. മറ്റേ ഇവിടെ എന്താ സ്ഥലത്തെ പേര് ഇവിടെ ഇതാണ് പുള്ളി പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡ്. ഏത് സാധനം ഏത് വ്യൂ അല്ലേ. അല്ലേ ഇതുവരെ നടന്നിട്ട് ഇതിലൊക്കെ പറയണേ ശയ്യല്ലേ ഒരുമാതിരി ഒന്നും പറയാനില്ല. എന്നാലും ഒന്നും പറയാനില്ല. അടി എന്തെങ്കിലുമൊക്കെ ആലപ്പുഴയെ കുറിച്ചൊക്കെ പറഞ്ഞിക്കളിയാ. വർണ്ണശബളമായ നേരോട് ചോദിക്കാം. അതേലെ ആലപ്പുഴയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചെക്ക് ചെയ്ത് ക്യാമറ കണ്ടത് പാട്. ഏത് ഏതോ വിഷയല്ലേ. ഞാനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റേറ്റിൽ ചാമ്പ്യൻ ഞാനിത് നേരത്തെ എടുത്തു വെച്ച്. പിറ്റേ ദിവസം മോർണിംഗ് 6:45. നമുക്കിപ്പോൾ 7 മണിയാകുമ്പോൾ ഇവിടുന്ന് ബോട്ട് എടുക്കുന്നു, തിരിച്ചു പോകും. ഒരു 9 മണിയാകുമ്പോൾ ട്രിപ്പ് കഴിയും. ഇതൊക്കെ ഏർലി മോർണിംഗ് വ്യൂ ആണ് നമ്മളെ ബോട്ട്. ആണോ ഏർലി മോർണിംഗ് വ്യൂ തുറന്നല്ല. ഇത് നമ്മളെ തന്നെ ബോട്ടിൻ്റെ വേറൊരു ബോട്ടാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഇവന്മാരൊക്കെ ബോട്ട് ഹാൾട്ട് ചെയ്യുന്ന എവിടെയാണ്? ഇതാ നമ്മളെ ബോട്ടിൻ്റെ ഗൂഗിൾ റിവ്യൂ. ഇനി മോർണിംഗ് ചായ കുടിക്കുക, പിന്നെ നേരെ നടക്കുക, തിരിച്ച് കാണിക്കുക. ഫിഷില്ല, ഫിഷ് ടാങ്ക് ഉണ്ട്. ഫോളിൻ്റെ അല്ല കേട്ടോ, ഗ്ലാസിൻ്റെ. പിന്നെ അവിടെ ഇതേപോലെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇന്നലെ ബോട്ടൊന്നും മര്യാദ കാണിക്കാൻ പറ്റിയില്ല. അത് മുകളിലോട്ട് ഞാൻ ഇവിടെ റൂമുണ്ട്, അവിടെ ലേഡീസ് ഉണ്ട്. അളിയോ
ഇത് അളിയൻ്റെ റൂം. കറങ്ങുന്ന എന്തല്ല അളിയ ഒരു വയറ് കടിയതാ ഇല്ലേ? കരയെത്തിയിരിക്കുന്നു. അങ്ങനെ നീണ്ട യാത്ര തീർന്നിരിക്കുന്നു. അയ്യോ, അപ്പം നമ്മള് ഞങ്ങളപ്പം ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ചു പോയത്. ഞങ്ങൾ ഇനി ഒന്ന് എറണാകുളം പോയി, എറണാകുളം ഒന്ന് ചെറുങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് രാത്രി മാവേലി നാട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് നൗ മറൈൻ ഡ്രൈവിലാണ്. നമ്മൾ എറണാകുളത്തിൻ്റെ വലിയ സാധനങ്ങളൊന്നും എടുത്തില്ല, കാരണം എറണാകുളം ക്ലോത്ത് ഇഷ്ടം പോലെയുള്ള ആലപ്പുഴ ക്ലോത്ത്സ് ഉണ്ട്, പക്ഷേ എറണാകുളത്തെ പരിപാടിയൊന്നും നമ്മളങ്ങനെ എടുത്തില്ല. അപ്പോൾ ഇതും കൂടി ഉള്ള വീഡിയോയിൽ വലിയ വൃത്തിയില്ലാത്തൊരു വീഡിയോ, കാരണം കുറേ ഭാഗമൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പോട്ടെ.